നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഖജനാവിൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി UDF സർക്കാർ ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി VD സതീശനാണ്, ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി VD സതീശനാണ് ഇന്ന് നിയമസഭയിൽ ഈ ധവളപത്രം മേശപ്പുറത്ത് വച്ചത്. അതായത് ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ UDF ആരോപിച്ചിരുന്നു. UDF മാത്രമല്ല, മറ്റെല്ലാ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ കേരള ഖജനാവിൻ്റെ പരിതാപകരമായ അവസ്ഥയെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങൾക്കും കടം വാങ്ങുക, ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കടം വാങ്ങുക, സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് പണം തികയാൻ കഴിയാത്ത അവസ്ഥ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും പെട്രോളിന് സെസ് ഏർപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥ, മാത്രമല്ല പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തികമായ പരാധീനതകൾ വഴി മുടങ്ങിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ബഡ്ജറ്റ്, ഇപ്പോൾ തന്നെ ദുർബലമായ സംസ്ഥാന ബഡ്ജറ്റിനെ ഗർഭിണിയാക്കുന്ന രീതിയിൽ പുറത്തുകൂടി കിഫ്ബി വഴിയുള്ള കടമെടുപ്പ്, സാമ്പത്തികമായ ധൂർത്ത്, അച്ചടക്കമില്ലായ്മ, ഇതെല്ലാം സംസ്ഥാന ഖജനാവിനെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറി. UDF സർക്കാരുകളും അതുപോലെ തന്നെ LDF സർക്കാരുകളും ധനകാര്യ മാനേജ്മെൻറ്റിൽ പിന്നിലായിരുന്നുവെന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എങ്കിലും പുതിയൊരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഒട്ടനവധി മോഹന വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചത്. LDFനെ തറ പറ്റിക്കാനായി UDF വളരെ വലിയ ഒരു പോരാട്ടം തന്നെ കേരളത്തിൽ നടത്തി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കും അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കുമെല്ലാം ഉപകാരപ്രദമാകുന്ന മറ്റു പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്നും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ മെച്ചപ്പെടുത്തുമെന്നുമൊക്കെയുള്ള വാഗ്ദാനം UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ തീർച്ചയായും UDF സർക്കാരിന് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സംസ്ഥാന ഖജനാവിൻ്റെ അവസ്ഥ തന്നെയാണ്. എന്നാൽ LDF പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവൊന്നുമല്ല, ബാക്കി വെച്ചിട്ടുള്ളത് 5000 കോടി രൂപയുടെ നിക്ഷേപം അല്ലെങ്കിൽ നീക്കിയിരിപ്പ് അവിടെയുണ്ട് എന്നുള്ളതാണ്. ഇത് തീർത്തും ബലിശമായ ഒരു വാദമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മുടെ ചെലവ് എത്രയാണ്, എത്ര വരുമാനമാണ് അല്ലെങ്കിൽ ചെലവിനേക്കാൾ വരുമാനം എത്രമാത്രം കുറവാണ്, നമ്മുടെ ഓരോ സാമ്പത്തിക വർഷവും നമുക്കുണ്ടാകുന്ന കമ്മി എത്രയാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എത്രമാത്രം പണം നമുക്ക് ബാക്കിയുണ്ട് എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർത്തും പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ 5000 കോടി രൂപയുടെ ക്യാഷ് നീക്കിയിരിപ്പിനെ വലിയൊരു സംഭവമായി ചിത്രീകരിക്കാനാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ അധികാരം നഷ്ടപ്പെടുത്തിയപ്പോൾ നടത്തിയത്. സത്യത്തിൽ 5000 കോടി അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയാൻ ഇവർക്ക് ഉളുപ്പില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം 5.5 ലക്ഷം കോടി രൂപയുടെ കടം ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല സാമ്പത്തിക ബാധ്യതകളും ഇവിടെയുണ്ട്. ഈ ബാധ്യതകളെല്ലാം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം വരുത്തിവെച്ച ശേഷം, ബാധ്യത വരുത്തിവെച്ച ശേഷം 5000 കോടി രൂപ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത് തീർത്തും ബാലിശമാണ് എന്ന് പറയാതെ വയ്യ. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം. അത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് തീർച്ചയായും ഇതിൽ വലിയ പുതിയ കാര്യമൊന്നുമില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ് എന്ന് അക്കമിട്ട് കണക്കുകൾ നിരത്തി പറയുന്ന ഒരു ധവളപത്രമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് കേരളം ശമ്പളവും പെൻഷനും അടക്കമുള്ള തുക കൊടുക്കാനാണ് ഇത്തരത്തിൽ 77 വരുമാനത്തിൻ്റെ 77% ഉപയോഗിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ലഭിക്കുന്ന ഓരോ 100 രൂപയിലും 77 രൂപ ചിലവാക്കുന്നത് ശമ്പളവും പെൻഷനും പലിശയും അടക്കമുള്ള ഈ നിത്യവും എല്ലാ മാസവും സ്ഥിരമായി ഉണ്ടാകുന്ന ചെലവുകൾ കൊടുത്തു തീർക്കാനാണ് എന്നതാണ്. ഇവിടെ കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോവുകയാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് ചെലവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ പലിശയും ഒക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് ചെലവാക്കാൻ വേറെ പണമില്ല എന്ന ഞെട്ടിക്കുന്ന സാമ്പത്തിക അവസ്ഥയാണ് ഇപ്പോൾ UDF ഈ ധവളപത്രത്തിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 77% ശമ്പളവും
പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇവിടെ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞാൽ റോഡുകൾ നിർമ്മിക്കുക, പാലങ്ങൾ നിർമ്മിക്കുക, സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് മൂലധന ചെലവ് എന്ന് പറയുന്നത്. ഈ മൂലധന ചെലവ് എത്രമാത്രം ഓരോ സർക്കാരും ഓരോ വർഷവും ചെലവാക്കുന്നുവോ അവിടെയാണ് കേരളത്തിൻ്റെ വികസനമുള്ളത്. ആ വികസനത്തിന് ഉപയോഗിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ ധവളപത്രം അനുസരിച്ച് 1.3%. GSDPയുടെ സംസ്ഥാന GDPയുടെ 1.3% ഈ പറയുന്ന കാപ്പെക്സ് അല്ലെങ്കിൽ മൂലധന ചെലവ് എന്ന് പറയുന്ന ഇനം. അതായത് എത്രമാത്രം മൂലധന ചെലവ് ഓരോ സർക്കാരും നടത്തുന്നുവോ അതാണ് ആ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനം എന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വലിയ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത് എന്ന LDFന്റെയും പിണറായി വിജയന്റെയും വാദം ഈ കണക്കുകളിൽ നിന്ന് തന്നെ പൊളിയുകയാണ്. അതായത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും കൊടുത്തു തീർക്കുക. യഥാർത്ഥത്തിൽ ശമ്പളം കൃത്യമായി അല്ലെങ്കിൽ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ വർഷം LDF സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി 1.3% മാത്രമാണ് GDPയുടെ 1.3% മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് എന്ന യഥാർത്ഥ മുഖം പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം അത് ഏതാണ്ട് 78,851 കോടിയാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം വിഴുങ്ങുന്ന, വലിയ രീതിയിൽ വിഴുങ്ങുന്ന വെള്ളാനകളായി മാറിയിരിക്കുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോട് അടുത്ത് 78,851 കോടി രൂപ നമ്മുടെ ജനങ്ങളുടെ നികുതി പണം ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിഴുങ്ങുകയാണ്. അത്രയധികം നഷ്ടമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തി വച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണെന്നും ഇവിടെ വിപ്ലവം ഉണ്ടാവുകയാണെന്നും ഒക്കെയാണ് കഴിഞ്ഞ 10 വർഷം LDF നേതാക്കൾ വെറുതെ ബഡായി പറഞ്ഞ് നടന്നിരുന്നത്. ആ ബഡായിയാണ് ഇപ്പോൾ ഇതാ പൊളിഞ്ഞു വീഴുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുൻപന്തിയിൽ KSRTCയും കേരള വാട്ടർ അതോറിറ്റിയുമാണ് എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല 21,000 കോടി രൂപയുടെ അധിക ബാധ്യത കിഫ്ബി ഉണ്ടാക്കി വച്ചിരിക്കുന്നു. തീർച്ചയായും കിഫ്ബിയിൽ ഒരു 21,000 കോടി രൂപയുടെ ബാധ്യത ഉണ്ടെങ്കിലും ആ 21,000 കോടി രൂപയുടെ ആസ്തി ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏതാണ്ട് അതിൻ്റെ ഒരു 70% സൃഷ്ടിച്ചിരിക്കാം. അത് ആ രീതിയിൽ സമാധാനിക്കാം. പക്ഷേ മൊത്തം സംസ്ഥാനത്തിന്റെ കടം എന്ന് പറയുന്നത് 5,05,07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടമെന്നത്. ഇതിൽ 21,000 കോടി രൂപയും കിഫ്ബി എന്ന് പറയുന്ന ഒരേ ഒറ്റ സ്ഥാപനം വരുത്തി വച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കണക്കാണ്. അത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യകരമായ ഒരു കണക്കല്ല. ഈ മൂലധന ചെലവ് എന്ന് പറയുന്നത് 1.3%. അത് രാജ്യത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ആസൂത്രണം നിർത്തലാക്കിയതോടുകൂടി, അദ്ദേഹം ഉദ്ദേശിച്ചത് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയതോടുകൂടി എന്നാണ്. പിണറായി വിജയൻ മനസ്സിലാക്കിയതനുസരിച്ച് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയതോടുകൂടി സംസ്ഥാനത്ത് സാമ്പത്തിക ആസൂത്രണം പാടെ നിന്നുവെന്നാണ്. പക്ഷേ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയതോടുകൂടി പദ്ധതി ചെലവ് എന്ന് പറയുന്ന ഒരു ഹെഡ് അത് എല്ലാ സംസ്ഥാനങ്ങളും വിട്ടുകളഞ്ഞു. എന്നാൽ കേരളം അത് വലിയ പ്രാധാന്യത്തോടു കൂടി ഇപ്പോഴും നിലനിർത്തുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മൂലധന ചെലവ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എന്തോ വലിയ ഒരു കണക്കാണ് എന്നാണ് അദ്ദേഹം കണക്കുകളൊന്നും ഉദ്ധരിക്കാതെ പറഞ്ഞു വെച്ചത്. പക്ഷേ ആ ഒരു നുണ കൂടി ഇവിടെ പൊളിയുകയാണ്. GDPയുടെ 1.3% മാത്രമാണ് മൂലധന ചെലവ്. അത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എന്നാണ്. കേരളം നമ്പർ 1 എന്ന് പറയുന്നത് വെറും പുറംപൂച്ചാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു കണക്കാണ് ഇപ്പോൾ ഈ ഒരു ധവളപത്രത്തിലുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കണക്കുകൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ഒരു ആരോഗ്യാവസ്ഥ ഇതെല്ലാം
ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ നിരത്തിയിട്ടുള്ള ഒരു ധവളപത്രമാണ് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് UDF സർക്കാർ വച്ചിട്ടുള്ളത്. ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നടന്നേക്കാം. ഇപ്പോൾ തന്നെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ധവളപത്രത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ധവളപത്രം തയ്യാറാക്കാനായി ഒരു സ്വകാര്യ ഏജൻസിയെയാണ് സർക്കാർ ഉപയോഗിച്ചതെന്നും ഇങ്ങനെ സർക്കാർ രേഖകൾ സ്വകാര്യ ഏജൻസിക്ക് നൽകിയത് അത് തീർത്തും സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് സർക്കാരിന്റെ രഹസ്യങ്ങളെല്ലാം പരസ്യമായിരിക്കുന്നു എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ഇന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ചെയ്തത്. പക്ഷെ അതിന് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായ മറുപടി നൽകുന്നുണ്ടായിരുന്നു. അതായത് ധനവകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ധവളപത്രത്തിന് ക്യാബിനറ്റ് അപ്രൂവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും സത്യപ്രതിജ്ഞാ ലംഘനമല്ല, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഈ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയുടെ ഞെട്ടിക്കുന്ന അവസ്ഥ അത് കേരളം അറിഞ്ഞു ഈ ധവളപത്രത്തിലൂടെ എന്നതാണ്. ഈ ധവളപത്രം വെറും ഒറ്റനോട്ടത്തിൽ മാത്രമാണ് വിലയിരുത്തിയിട്ടുള്ളത്. വിശദമായ വായന ഏതാണ്ട് 195ഓളം പേജുള്ള ഈ ധവളപത്രം വിശദമായി പരിശോധിച്ചാൽ തീർച്ചയായും ഈ കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നുറപ്പാണ്.